ക്രിസ്തയേശുവിനാൽ വീണ്ടെടുക്കപ്പെട്ട പ്രിയ ദൈവജനമേ, മാറ്റമില്ലാത്ത മറക്കാത്ത വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതമേറിയ നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. 2024 ഒരു മാസം പിന്നിട്ട് രണ്ടാമത്തെ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഫെബ്രുവരി മാസം ആദ്യത്തെ ഞായറാഴ്ച ജീവനുള്ള ദൈവത്തെ ഹൃദയപൂർവ്വം നോക്കിക്കാണുവാനും ദൈവീക മഹത്വം ജീവിതത്തിൽ ദർശിക്കുവാനും നമ്മെ ഇന്നലകളിൽ നടത്തിയ, ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇനിയും നടത്തുവാൻ ശക്തനായ ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ കേൾക്കുവാനും ദൈവം ഈ ദിനങ്ങളിൽ നമ്മെ ഒരുക്കുന്നതോർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവ് മാറാത്തവൻ, മറക്കാത്തവൻ, നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമ്മെ കരുതുന്ന ദൈവം. ഈ ലോകത്ത് എല്ലാവരും നമ്മെ അവഗണിച്ചാലും അവഗണിക്കാതെ കരം പിടിച്ച് നടത്തുന്ന ദൈവം. ആമേൻ. ആ യേശു ജീവിക്കുന്നു. ആ യേശുവിൻ്റെ പാദങ്ങളെ ചുംബിച്ചുകൊണ്ട്, കർത്താവിൻ്റെ മുഖത്തെ ദർശിച്ചുകൊണ്ട് അനുദിനം മുന്നോട്ട് നമുക്ക് വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ നമുക്ക് യാത്ര തുടരാം. കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ഇവരെ ഹാർദവമായി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഇതിൽ പ്രവേശിക്കാം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സൃഷ്ടിയുടെ കാരണഭൂതനും പരിപാലകനും വഴി നടത്തുന്നവനുമായ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ഒരു പുതിയ മാസം, ആദ്യ ഞായറാഴ്ച കാണുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവവചനം കേൾക്കുവാൻ ആമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന പിതാവേ, നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിന് ആമേൻ ഒരു വലിയ ശക്തി പകരുന്ന, ബലം പകരുന്ന, ഞങ്ങളുടെ ജീവിതത്തെ കർത്താവെ അങ്ങയിലേക്ക് വലിച്ചടുപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുള്ള കർത്താവ് ഒരു അനുഭവം ദൈവം ഞങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വചനം ശ്രവിക്കുന്ന എല്ലാവരെയും നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തോടെ വചനം പഠിച്ച് അതിന് പ്രകാരം ഞങ്ങൾ കർത്താവിനോട് ചേർന്ന് ജീവിക്കേണ്ട കൃപ ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയ്ക്കായി ഞങ്ങൾ ഒരുക്കണമേ, കൃപയെ ബലപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, കഴിഞ്ഞ ആഴ്ചയിൽ സന്ദേശത്തിൻ്റെ ഒടുവിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇപ്രകാരമാണ്: ലോകത്തിലുള്ള എല്ലാവറ്റിനും പേരിടുവാനുള്ള ഭാഗ്യം ലഭിച്ചത് ആർക്കാണ് എന്ന ചോദ്യമാണ്. ഞാൻ മനസ്സിലാക്കുന്ന എല്ലാ പേരും ശരിയായ ഉത്തരമാണ് അതിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് നന്ദിയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉത്തരം ഇതാണ്: മനുഷ്യനാണ് ഭൂമിയിലെ എല്ലാവറ്റിനും പേരിടുവാനുള്ള ഭാഗ്യം ദൈവം നൽകി എന്നുള്ളത്. ഇന്നത്തെ സന്ദേശത്തിൻ്റെ ഒടുവിലും ഒരു ചോദ്യമുണ്ടാകും. ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ തിരുവചനം കേൾക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്താവിഷയം ഡു വി നീഡ് ജീസസ് എന്നതാണ്. യേശുവിനെ വാസ്തവത്തിൽ നമുക്ക് ആവശ്യമാണ്. യേശുവിനെ വാസ്തവത്തിൽ നമുക്ക് ആവശ്യമാണ്. ഞാൻ അതിന് ആധാരമായി എടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ്. കഴിഞ്ഞ ഞായറാഴ്ച നാം ധ്യാനിച്ച് നിർത്തിയത് ദൈവ സൃഷ്ടിയിലെ മനുഷ്യർ എന്ന ചിന്താവിഷയമാണ്. അതിൽ 3 ചിന്തകളുണ്ടായിരുന്നു. ദൈവം നമ്മെ അതുല്യമായി രൂപപ്പെടുത്തിയിരിക്കുന്നു. നാം വിശുദ്ധർ ആകുന്നു ദൈവത്തിൻ്റെ മുൻപിൽ. നാം ദൈവത്തിൽ തൃപ്തിയുള്ളവരാകണം എന്നുള്ള 3 ചിന്തകൾ വളരെ മനോഹരമായി നാം ധ്യാനിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്നത് സൃഷ്ടിയിലെ മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ചാണ്. സൃഷ്ടിയിലെ മനുഷ്യൻ്റെ വീഴ്ച. അതിനെ ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വീണുപോയ മനുഷ്യൻ, തകർന്നുപോയ മനുഷ്യൻ, നിരാശനായ മനുഷ്യൻ, താഴ്ത്തപ്പെട്ട മനുഷ്യൻ. അങ്ങനെയുള്ള മനുഷ്യ ജീവിതത്തെക്കുറിച്ചാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്നത്. എൻ്റെ ഒന്നാമത്തെ ചിന്ത, സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? വാട്ട് വാസ് ഗോഡ്സ് ഒറിജിനൽ പ്ലാൻ ഇൻ ക്രിയേഷൻ? ദൈവ സൃഷ്ടിയിൽ ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശം എന്താണ്? മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് ഒരു വലിയ ഡിവൈൻ പ്ലാൻ ഉണ്ടായിരുന്നു.
ആ പ്ലാൻ എന്തുവായിരുന്നു? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26, 27, 28 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് ഒരു കുടുംബം ആവശ്യമായിരുന്നു. ആമേൻ, പ്രൈസ് ഗോഡ്. ദൈവത്തിന് ഒരു കുടുംബം ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, തുണയായി സ്ത്രീയെ സൃഷ്ടിച്ചു, ശേഷം തലമുറകൾ ഉണ്ടാകട്ടെ അതിൻ്റെ അനുഗ്രഹങ്ങൾ നൽകിയുണ്ടായി, വാഗ്ദത്തങ്ങൾ നൽകിയുണ്ടായി. ഇവരിലൂടെയൊക്കെ ദൈവം പകർന്നത് തൻ്റെ ശ്വാസമാണ്, ജീവശ്വാസം പകർന്ന്. കാരണം തനിക്കൊരു കുടുംബം ഉണ്ടാകണം. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ദൈവം ചിന്തിക്കുകയാണ് തനിക്കൊരു കുടുംബം ഉണ്ടാകണം. ആ കുടുംബത്തിലെ പാർട്ട്നേഴ്സ്, അംഗങ്ങളെന്ന് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. ഞാനും നിങ്ങളും ദൈവ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഒരിക്കലും മറന്നു പോകരുത്. എപ്പോഴും നമുക്ക് ആ ഒരു ചിന്ത നമ്മുടെ ബോധ മനസ്സിലുണ്ടാകണം. ഞാൻ ദൈവ കുടുംബത്തിലെ അംഗമാണ്. ആമേൻ. ഞാൻ ദൈവിക കുടുംബത്തിലെ ഒരു മെമ്പറാണ് എന്ന ഒരു ഉറപ്പ്, ഷുവറ്റി എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചിന്തകൾ നമുക്കുണ്ടാകണമെന്നുള്ളതാണ്. കുടുംബം എന്ന് പറയുമ്പോൾ കൂടെ വസിക്കുവാൻ, കൂടെ നടക്കുവാൻ, കൂട്ടായ്മ ആചരിക്കുന്ന ഒരു അനുഭവമാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ കൂട്ടായ്മ ആചരിച്ച് ഒരുമിച്ച് സഞ്ചരിക്കുന്ന ഒരു അനുഭവം. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്നത്, ദൈവത്തോടൊപ്പം നടക്കുന്നത്, ദൈവത്തോടൊപ്പം വസിക്കുന്നത്, ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും ജീവിതത്തിൽ? അല്ലേ? കഴിഞ്ഞ കാലങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയേ. ദൈവ കുടുംബത്തിലെ അംഗങ്ങളെ നമുക്കറിയാം. ഒരു വീട്ടിലെ ഒരു അംഗമായിരിക്കുമ്പോൾ അപ്പനോടും അമ്മയോടൊപ്പം കൂട്ടായ്മ ആചരിക്കുന്നത്, സഹോദരനോടൊപ്പം കൂട്ടായ്മ ആചരിക്കുന്നത്, അവരോടൊപ്പം സഞ്ചരിക്കുന്നത്, അല്ലെ, ടൂറൊക്കെ പോകുന്നത്, വിനോദയാത്ര പോകുന്നത്, അതുപോലെ വ്യത്യസ്തമായ കാര്യാദികൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ കുടുംബത്തിൻ്റെ, ആ ഭൂമിയിലെ കുടുംബത്തിൻ്റെ അതേ മഹത്വത്തോടെ ദൈവം ഈ ലോകത്തിലെ സകല മാനവ ജനതയും സൃഷ്ടിച്ചത്, തൻ്റെ ജീവശ്വാസം നൽകിയത് തനിക്കൊരു കുടുംബം എന്നൊരു കൺസെപ്റ്റിലാണ്. എൻ്റെ രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ആദാം ദൈവത്തിൻ്റെ പദ്ധതിക്ക് മാറ്റം വരുത്തുകയാണ്. ഞാൻ ഒന്നാമതായി പറഞ്ഞു, ദൈവം തനിക്കൊരു കുടുംബം ആവശ്യമെന്നുമുള്ള ആ ഒരു ഡിവൈൻ പ്ലാൻ പ്രകാരം ദൈവം നമ്മെ സൃഷ്ടിച്ചു, ജീവശ്വാസം നൽകി, കൂട്ടായ്മയുടെ അനുഭവമൊക്കെ ഒരുക്കി. എന്നാൽ ഈ ഒരു ഡിവൈൻ പ്ലാൻ ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ ആ ഒരു ഡിവൈൻ അല്ലെങ്കിൽ ദൈവികമായ പദ്ധതി, ഇതിന് ആദിമ മനുഷ്യൻ മാറ്റം വരുത്തുകയാണ്. ദൈവിക പദ്ധതികൾക്ക് മാറ്റം വരുത്തുന്ന മനുഷ്യൻ. കഴിഞ്ഞ കാലങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കും, ആദിയിലെ മനുഷ്യൻ ദൈവത്തിൻ്റെ പദ്ധതിക്ക് മാറ്റം വരുത്തിയെങ്കിൽ അതിനുശേഷമുള്ള ഈ കാലഘട്ടം വരെ ദൈവിക പദ്ധതികളെ മാറ്റിമറിക്കുന്ന മനുഷ്യൻ്റെ സ്വഭാവത്തെ, പ്രകൃതത്തെ നമുക്ക് നോക്കിക്കാണുവാനായി സാധിക്കും. ഇവിടെ സംഭവിച്ചത്, വിലക്കപ്പെട്ട, അരുത് എന്ന് പറഞ്ഞ ഫലം ഭക്ഷിക്കുന്നതിലൂടെ ദൈവിക പദ്ധതിക്ക് മാറ്റം വരുത്തുകയാണ്. ഇവിടെ ആദാമിന് സംഭവിച്ച ആ സംഭവമൊക്കെ നമുക്കറിയാം. ആദാമിന് സംഭവിച്ചത്, ആദാം കണ്ടതിനെ വിശ്വസിച്ചു, എന്നാൽ ദൈവത്തിൽ നിന്നും കേട്ടതിനെ നിരസിക്കുന്ന ഒരു ചിത്രമാണ് കാണുവാനായി സാധിക്കുന്നത്. കാരണം ആദാം കണ്ടത് എന്താണ്? കാരണം ദൈവം മരണത്തെക്കുറിച്ച്, തിന്നുന്ന നാളിൽ നീ മരിക്കും, ആ ഫലം, തോട്ടത്തിൻ്റെ നടുവിലെ വൃക്ഷത്തിൻ്റെ ഫലം നീ ഭക്ഷിക്കുന്ന നാളിൽ, ആ നാളിൽ നീ മരിക്കുമെന്ന് വ്യക്തമായി ആദാമിനോട് ദൈവം പറഞ്ഞതാണ്. തൻ്റെ അധരങ്ങളിലൂടെ, നാവിലൂടെ ദൈവം അരുളി ചെയ്തതാണ്. ഇത് കേട്ടതാണ്, വളരെ വ്യക്തമായി കേട്ടതാണ് ആദാം. പക്ഷേ ആദാം കേട്ടതിനേക്കാളേറെ കണ്ടതിനെ, കാണാൻ ഭംഗിയുള്ളതെന്ന് കണ്ട് അത് ഭക്ഷിപ്പാനായിട്ട് ഒരുങ്ങുന്നത് കാണുവാനായി സാധിക്കും. ഇതിലൂടെ മനുഷ്യന് സംഭവിച്ചത് സ്പിരിച്വൽ ഡെത്താണ്, ആത്മീക മരണം. ദൈവം പറഞ്ഞത് അത് തന്നെയാണ്. തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞത് അത് ജഡികമായ മരണത്തെക്കുറിച്ചല്ല, അത് സ്പിരിച്വൽ ഡെത്തിന്, ആത്മീയ മരണമാണ്. നിന്റെ ആത്മാവിൻ്റെ മരണം. ദൈവം പറഞ്ഞത് കേൾക്കാതെ വന്നപ്പോൾ, അതിനെ നിരസിച്ചപ്പോൾ നിന്റെ ആത്മാവിന് മരണം സംഭവിക്കും എന്നതാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്, സ്പിരിച്വൽ ഡെത്ത്. അതായത് ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. സ്പിരിച്വൽ ഡെത്ത് അഥവാ ആത്മീക മരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഒരു അനുഭവമാണ്. ദൈവം പറഞ്ഞത്
എത്ര ശരി എന്നുള്ളത് ആദാം ഒരു നിമിഷം മറന്നു പോകുന്ന ഒരനുഭവത്തെ കാണുവാൻ കഴിയും. നാം പലപ്പോഴുമൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കുന്നത് നാം കേൾക്കാറുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം നാം കേൾക്കാറുണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ, പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെ, പാട്ടുകൾ കേൾക്കുമ്പോൾ, ഭക്തന്മാരുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നാം പലപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദം നാം കേൾക്കാറുണ്ട്. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ വാക്കുകൾ നാം കേൾക്കാറുണ്ട്. എന്നാൽ അടുത്തൊരു മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ കണ്ണിന് കാണുന്നത് ഇൻപമായതൊക്കെ കാണുമ്പോൾ പലപ്പോഴും കേട്ടതിനെ നിരസിക്കുകയും കണ്ടതിനെ ജീവിതത്തിലേക്ക് പകർത്തുകയും ഏറ്റുകൊള്ളുകയും അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരനുഭവം, അതിലൂടെ സംഭവിക്കുന്നത് ദൈവിക പദ്ധതികൾക്ക് മനുഷ്യൻ മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ ആദാം മരിക്കുകയാണ്, ആത്മാവിൽ മരിക്കുകയാണ്. ബൈബിൾ പറയുന്നു ആദാമിൻ്റെ ആയുസ് 930 വർഷം അവൻ ജീവിച്ചു എന്നുള്ളതാണ്. 930 years he lived in this world. ഈ ലോകത്ത് ജീവിച്ചു. പക്ഷെ എങ്ങനെയാണ് ജീവിച്ചത്? ആത്മീകമായി മരിച്ചവനായി ജീവിക്കുന്നുണ്ട്. ജീവിതമില്ലാത്തവനായി അവൻ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഇന്നത്തെ പ്രസംഗത്തിൻ്റെ ഈ സന്ദേശത്തിൻ്റെ കാതലായ ഒരു ഭാഗമാണ് പ്രിയരെ. 930 വർഷം അവൻ ജീവിച്ചു. എങ്ങനെ? ജീവിതമില്ലാത്തവനായി. കാരണം ആത്മീയമായി അവൻ മരിച്ചു കഴിഞ്ഞു. ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. ഇന്ന് ലോകത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ജനം ദൈവമില്ലാതെ ആത്മീകമായി മരണം സംഭവിച്ചവരായി ഇന്ന് ജീവിക്കുന്നില്ലേ? ജീവിതമില്ലാത്തവരായി ദീർഘവർഷങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിലെ സോ കോൾഡ് ദൈവജനമെന്ന് അഭിമാനിക്കുന്നവർ. ഇവിടെയൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ ഇളക്കുകയാണ്, നമ്മുടെ ചിന്തകൾ ഉണർത്തുകയാണ്. കർത്താവ് നമ്മെ ആഗ്രഹിക്കുന്നു ആ ബന്ധം, വിച്ഛേദിക്കപ്പെട്ട ബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടി. അതുകൊണ്ടാണ് ഈ പ്രഭാതങ്ങളിൽ ഈ സന്ദേശം ദൈവം നമുക്ക് നൽകുന്നത്. പ്രിയരെ, ആത്മീയ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ മരിച്ചവനായിട്ടത്രേ ശിഷ്ടകാലം ആദാം ഈ ഭൂമിയിൽ ജീവിച്ചത്. ചുരുക്കത്തിൽ മരിച്ചവനായിട്ടത്രേ, ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ മരിച്ചവനായിട്ടത്രേ അവൻ ജീവിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിലൂടെ അവൻ ദൈവിക പദ്ധതികൾക്ക് മാറ്റം വരുത്തി എന്നുള്ളതാണ്. എൻ്റെ മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ആദാമിന് ദൈവത്തോടുണ്ടായ ഒരു എതിർപ്പാണ് ഇന്ന് നമുക്ക് യേശുവിനെ വേണ്ടി വന്നത്. ആമേൻ. ആദാമിന് ദൈവത്തോടുള്ള ഒരു എതിർപ്പാണ് ഇന്ന് നമുക്ക് യേശുവിനെ വേണ്ടി വന്നത്. അല്ല എങ്കിൽ ഒരുപക്ഷെ യേശുവിനെ നമുക്ക് വേണ്ടി വരികയില്ലായിരുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ആദാം പാപം ചെയ്തില്ലായിരുന്നു എങ്കിൽ, അവൻ ആത്മീയമായി മരണപ്പെടാതിരുന്നു എങ്കിൽ നമുക്ക് യേശുവിനെ കൊണ്ടുള്ള ആവശ്യം വരത്തില്ലായിരുന്നു. വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്നാണ്. ദയവായിട്ട് ഈ വേദഭാഗം വീണ്ടും ഒന്ന് ആവർത്തിച്ച് വായിക്കണേ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എന്നാണ്. ഒരുത്തൻ്റെ പാപത്താൽ ലോകത്തിലുള്ള അനേകം പേർ മരണപ്പെടുവാനിടയായി. ക്രോണോളജിക്കൽ ഓർഡറാണ് നമുക്കവിടെ കാണുവാനായി സാധിക്കുന്നത്. യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം അനേകം പേർ ജീവനിൽ വാഴുമെന്നാണ്. ഇവിടുത്തെ തിയറി എന്ന് പറയുന്നത്, ഏകനായ ആദാമിനാൽ എന്ത് ചെയ്തു? ആത്മീയമായി മരണം സംഭവിച്ചു, ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അതുപോലെ ഏകന്റെ മരണം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, മരണത്താൽ മുറിക്കപ്പെട്ട, വിച്ഛേദിക്കപ്പെട്ട ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയാണ്, ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. ജീവശ്വാസം നൽകിയ സൃഷ്ടിതാവിനുമായുള്ള ബന്ധത്തിലേക്ക് വീണ്ടും മനുഷ്യൻ പ്രവേശിക്കുകയാണ് ക്രിസ്തു എന്ന ആളത്വത്തിലൂടെ. ഇവിടെ സംഭവിച്ചത് റോമർക്ക് എഴുതിയ ലേഖനം 5-19 വീണ്ടും പറഞ്ഞിരിക്കുന്നു, ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു, എന്നാൽ ഏകൻ്റെ, അതായത് ക്രിസ്തുവിൻ്റെ അനുസരണത്തിനാൽ അനേകർ നീതിമാന്മാരായി തീരും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വളരെ ആഴമേറിയ ഒരു തിയറിയാണ്, വളരെ ഒരു ക്രിസ്റ്റോളജിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു തത്വശാസ്ത്രമാണ്.
ഏഹൻ്റെ പാപത്താൽ, ലംഘനത്താൽ, അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നിരിക്കുകയാണ്. ഏഹൻ്റെ അനുസരണത്തിനാൽ, യേശുവിൻ്റെ അനുസരണത്തിനാൽ ഇന്ന് നാം എല്ലാവരും എന്താണ്? നീതിമാന്മാരായി തീർന്നിരിക്കുക. ഒരു ഭാഗം കൂടെ ഞാൻ വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു നമ്മെ വിടുവിച്ചു. എന്തിൽ നിന്നാണ്? പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും യേശു നമ്മെ വിടുവിച്ചു എന്നുള്ളതാണ്. ഈ രണ്ട് കൺസെപ്റ്റ് എപ്പോഴും നമ്മുടെ ബ്രെയിനിലുണ്ടായിരിക്കണം. യേശുവിന് നമുക്ക് വേണ്ടി വന്നു. യേശു നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറി. എങ്ങനെ? അവൻ നമ്മെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിച്ചു എന്നുള്ളതാണ്. ഏകൻ്റെ അനുസരണക്കേടിനാലും ഏകൻ്റെ ലംഘനത്തിനാലും അനേകർ പാപികളും അല്ലെങ്കിൽ മരണപ്പെട്ടവരായി തീർന്നപ്പോൾ, ആത്മീയ മരണം സംഭവിച്ചപ്പോൾ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചത് ആ ഒരു വിടുതലാണ്. പ്രിയമുള്ളവരെ, തൻ്റെ ജീവനെ നൽകി, ഏറ്റവും വലിയ അതിൻ്റെ പ്രൈസ്, കോസ്റ്റ് എന്ന് പറയുന്നത് തൻ്റെ ജീവനെ ക്രിസ്തു നൽകി നമ്മെ വിടുവിച്ച ആ സ്നേഹം, ആ കരുതൽ. ഇന്ന് നാം പലപ്പോഴും ജീവിതമില്ലാത്തവരെ പോലെ പിശാചിൻ്റെ ഭവനത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയോ? ഒന്ന് ജീവിതമില്ലാത്തവരെ പോലെ പിശാചിൻ്റെ ഭവനത്തിൽ ആണ് ജീവിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവമാണ്. പഴയ നിയമ കാലഘട്ടത്ത് നാം ബൈബിൾ പരിശോധിക്കുമ്പോൾ പിശാചിൻ്റെ ഭവനത്തിൽ പാർത്തുകൊണ്ടിരുന്നവരെ വിടുവിക്കുവാൻ വേണ്ടി, പിശാചിൻ്റെ ബന്ധനത്തിൽ ഇരുന്നവരെ വിടുവിക്കുവാൻ വേണ്ടി പാപപരിഹാരത്തിനായി പുരോഹിതന്മാർ പ്രൊമോട്ട് ചെയ്ത് വന്ന ഒന്നാണ് യാഗം കഴിക്കുന്ന സാക്രിഫൈസ്. ആടുകളെയും കാളകളെയും സാക്രിഫൈസ്, യാഗം ചെയ്യുന്നതിലൂടെ പാപത്തിന് പരിഹാരം കിട്ടുകയും പിശാചിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചിക്കപ്പെടുകയും വിടുവിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള ഒരു വലിയ സത്യത്തെ, തിയറിയെ ജനങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ പുരോഹിതന്മാർ ഇതിനെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു വന്നു എന്നുള്ളതാണ്, യാഗം കഴിക്കുവാനായിട്ട്. അന്നത്തെ സിസ്റ്റം അതായിരുന്നു, രീതി, പാറ്റേൺ. കാരണം പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, അല്ലെങ്കിൽ കഷ്ടതകളിൽ നിന്നും അതുപോലെ തന്നെ അനർത്ഥങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കുവാൻ, പാപത്തിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കുവാനായിട്ട് കാളകളെയും ആട്ടുകൊറ്റന്മാരെയൊക്കെ യാഗം കഴിക്കുക എന്ന അനുഭവമാണ്. അപ്പോൾ യാഗം കഴിക്കുമ്പോൾ അവർക്ക് അതിൽ നിന്നൊക്കെ വിടുതൽ കിട്ടുന്നു എന്ന ഒരു വിശ്വാസമാണ് പഴയ നിയമകാലത്തിൽ ഉണ്ടായിരുന്നത്. യാഗങ്ങൾ ഇന്ന് പലപ്പോഴും ഇതേ ഒരു സിസ്റ്റം തുടരുന്നുണ്ട്. പഴയ കാലത്ത് ഈ യാഗങ്ങൾ കഴിക്കുമെങ്കിലും വീണ്ടും എന്താണ്, ഈ യാഗമൊക്കെ കഴിച്ച ശേഷം വീണ്ടും പാപം ചെയ്യുന്നു, വീണ്ടും യാഗം കഴിക്കുന്നു. ഈ ഒരു സിസ്റ്റം തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്ന് പുതിയ നിയമ കാലഘട്ടത്തും ഇതേ ഒരു സിസ്റ്റത്തെ കാണുവാനായി സാധിക്കും. എന്താണ്? അനേകം പാപങ്ങളും അനർത്ഥമൊക്കെ ചെയ്ത് ആത്മീയമായ മരണം സംഭവിച്ചത് എന്ത് ചെയ്യുകയാണ്? അവർ പോയി കാണിക്കകളും നേർച്ചകളും കൺവെൻഷൻ യോഗങ്ങളും ആത്മീയ കൂട്ടായ്മകളൊക്കെ നടത്തി, നേർച്ചകളായി കാണിക്കലായിട്ടൊക്കെ നടത്തി എന്താണ്, അതിൽ നിന്നൊക്കെ തങ്ങൾക്കൊരു മോചനം, വിടുതൽ, ചെയ്തു കൂട്ടിയ പാപങ്ങൾ, ചെയ്തുപോയ തിന്മകളിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുവാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ, കർമ്മങ്ങളും അങ്ങനെയുള്ള ചില സിസ്റ്റംസ് ചെയ്ത് ആത്മനിർവൃതി പ്രാപിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു ജീവിതം കിട്ടുവാൻ, ഒരു വിടുതൽ കിട്ടുവാനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ തൊട്ട് മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ജീവിതം കിട്ടണം, ഒരു നന്മ കിട്ടണം, ജീവിതത്തിൽ വിജയിക്കണം. ഇതിനു വേണ്ടി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, കുറേ പാറ്റേൺ, കുറേ രീതികളെ ചെയ്തു വരികയാണ്. എന്നാൽ ഇതൊക്കെ ചെയ്തിട്ടും വീണ്ടും എന്താണ് അവസ്ഥ എന്ന് പറയുന്നത്? വീണ്ടും ബന്ധനത്തിൽ തന്നെ ആയിരിക്കുന്ന ഒരു അനുഭവമാണ്. വീണ്ടും ബന്ധനത്തിൽ, ബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ക്രിയകൾ അത് വീണ്ടും ബന്ധനങ്ങളിലായിത്തീരുന്നു എന്നുള്ളതാണ്. ബന്ധം സ്ഥാപിക്കുവാൻ, ദൈവവുമായുള്ള ബന്ധം സ്ഥാപിക്കുവാൻ ഇന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്ന വഴികൾ, രീതികൾ ഇന്ന് അവനെ വീണ്ടും ഒരു ബന്ധനത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നാം ഇന്ന് ആത്മീയമായി മരിച്ച അനുഭവത്തിലാണോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? നാം നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ഇന്ന് ലോകം നമ്മെ നോക്കുമ്പോൾ നമുക്ക് ജീവനുണ്ട്. നാം ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെടുന്നു, നാം യാത്ര ചെയ്യുന്നു, നാം ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, കുറേ ചാരിറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ വ്യാപൃതരാണ്. പക്ഷെ ചോദ്യം,
നിങ്ങൾ ആത്മീക മരണം സംഭവിച്ചവരാണോ? നിങ്ങളുടെ ആത്മാവിൻ്റെ സ്ഥിതി എന്താണ്? അതിപ്പോഴും ജീവനുള്ള അനുഭവത്തിലാണോ ആയിരിക്കുന്നത്? ആ ആത്മാവിൽ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടോ? യാഗം കഴിക്കുന്നുണ്ടോ? അതോ ജീവിതമില്ലാത്തവരെ പോലെയാണോ നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? ഇന്ന് കൂടുതൽ പേരും വലുതും ചെറുതുമായ ദൈവാലയ കെട്ടിടങ്ങളിൽ ആശ്രയം വെച്ച് പ്രതീക്ഷ അർപ്പിച്ച് കഴിയുന്നവരാണ്. ശരിയല്ലേ പ്രിയമുള്ളവർ? വളരെ മനഃശാസ്ത്രപരമായ ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളോട് പങ്കിടുന്നത്. നമ്മുടെ പ്രത്യാശ ഇന്ന് എന്തിലാണ്? വലുതും ചെറുതുമായ ദൈവാലയ കെട്ടിടങ്ങളിൽ ഇങ്ങനെ നമ്മൾ ആ പ്രതീക്ഷ അർപ്പിച്ചൊക്കെ ഇങ്ങനെ പോവുകയാണ്, എങ്ങോട്ടൊന്നില്ലാതെ. പാട്ടുകാരൻ പാടിയതുപോലെ, ജീവിത യാത്രക്കാര കാലടികൾ എങ്ങോട്ട്? ചിന്തിക്കുക പ്രിയമുള്ളവരെ, നമ്മുടെ കാലടികൾ എങ്ങോട്ടാണ്? നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? മനോഭാവം എന്താണ്? നമ്മുടെ പ്രകൃതം എന്താണ്? നമ്മുടെ രീതികൾ എന്താണ്? ചോദ്യം, നിങ്ങൾ ആത്മീയമായി മരിച്ചവരാണോ? പിശാചിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന അനുഭവത്തിലാണോ? ദൈവവുമായുള്ള ബന്ധം സ്ഥാപിക്കുവാൻ കഴിയാതെ ഇന്നും പിശാചിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന അനുഭവമാണോ? നിത്യജീവനെക്കുറിച്ചുള്ള എത്രത്തോളം ഉറപ്പ് ഇന്ന് നമുക്കുണ്ട്? ഞാൻ ഇന്ന് മരിച്ചാൽ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ആത്മാവ് ചെല്ലുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഇന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയുന്നില്ല. കാരണം എന്ത് ചെയ്യുന്നു? ആത്മാവ് മരിച്ചു കഴിഞ്ഞു. എൻ്റെ ആത്മീക ജീവിതം അത് മരണപ്പെട്ട് കഴിഞ്ഞു. ആദാമിനെ പോലെ കണ്ണിനെ കണ്ടതൊക്കെ ഒരുപാട് നാം കാഴ്ചകൾ കണ്ടപ്പോൾ എവിടെയൊക്കെയോ കേട്ടതിനെ മറന്നുപോയ അനുഭവമല്ലേ പ്രിയമുള്ളവർ? ദൈവം നമ്മോട് പറഞ്ഞതിനെ പലപ്പോഴും നിരസിച്ചു പോവുകയാണ്. കണ്ണിന് ഇൻപമായത് കാണുമ്പോൾ എത്രയോ പേരുടെ ജീവിതം കാണുവാൻ കഴിയുന്നു. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അച്ഛോ ഒരു കാലഘട്ടത്ത് ഞാൻ നല്ല പ്രാർത്ഥിക്കുമായിരുന്നു, ഞാൻ നല്ല ബൈബിൾ വായിച്ച് ഗ്രഹിച്ച് ഒരുപാട് ദൈവമുള്ള ബന്ധമുണ്ടായിരുന്നു, ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ എൻ്റെ ദൈവത്തെ എനിക്ക് ഒരു ഞാൻ ദൈവഭയം എന്നിലുണ്ടായിരുന്നു. ദൈവത്തെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ദൈവത്തെ ഞാൻ എൻ്റെ ജീവിതത്തോട് എൻ്റെ കർത്താവിനെ ചേർത്ത് പിടിച്ച വ്യക്തിയാണ്. പക്ഷേ ഇന്ന് എൻ്റെ സ്ഥിതികൾ മാറിയപ്പോൾ, എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വന്നപ്പോൾ, എൻ്റെ വിവാഹം കഴിഞ്ഞു, എനിക്കൊരു ജോലി കിട്ടി, എനിക്ക് കുറച്ച് മക്കളൊക്കെയായി, എൻ്റെ ജീവിത പങ്കാളി വന്നു, ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചു, എല്ലാം വന്നപ്പോൾ, കണ്ണിന് ഇൻപമായത് കാഴ്ചകൾ വന്നപ്പോൾ, വർണ്ണശമളമായ ചില കാഴ്ചകൾ എൻ്റെ ജീവിതത്തിൽ ഈ ലോകം പ്രദാനം ചെയ്തപ്പോൾ ഞാൻ ആത്മാവിൽ മരിച്ചവളായി തീർന്നു, ആത്മാവിൽ മരിച്ച വ്യക്തിയായി തീർന്നു. ഇന്ന് എനിക്ക് ബന്ധമല്ല ഉള്ളത്, ബന്ധനമാണുള്ളത്. ആമേൻ. ദൈവവുമായിട്ടുള്ള ബന്ധമല്ല എനിക്കെന്നുള്ളത്, പിശാചിനാൽ ബന്ധിക്കപ്പെട്ട അനുഭവത്തിലാണ് ഇന്ന് ഞാൻ ആയിരിക്കുന്നത്. ഒന്ന് നാം നമ്മിലേക്കൊന്ന് നോക്കിയേ പ്രിയമുള്ളവരെ. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ വി നീഡ് ജീസസ് ക്രൈസ്റ്റ്. നമുക്ക് യേശുവിനെ വേണം പ്രിയമുള്ളവരെ. ഇന്നത്തെ പാരമ്പര്യങ്ങളിലും മാനുഷിക സമ്പ്രദായങ്ങളിലും ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതികളിലും ഈ സിസ്റ്റത്തിൽ ഈ രീതികൾ തുടരുന്നതിൽ നിന്നും നമുക്ക് വലിയൊരു മോചനം വേണം. വേദപുസ്തകം പറയുന്നു, ആമേൻ, ക്രിസ്തുവിലേക്ക് നീ മടങ്ങി വരിക. നമുക്ക് യേശുവിനെ വേണം പ്രിയമുള്ളവരെ. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ വീഴ്ത്തപ്പെട്ട മനുഷ്യൻ, തകർക്കപ്പെട്ട മനുഷ്യൻ, നിരാശനായിത്തീർന്ന മനുഷ്യൻ, തകർന്നുപോയ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ പ്രാപിക്കാൻ ഒരു ഉയിർത്തെഴുന്നേൽപ്പ് ആവശ്യമാണ്. ആ ഉയിർത്തെഴുന്നേൽപ്പ് എന്നിൽ നിങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഉയിർത്ത യേശു നമ്മുടെ ജീവിതത്തിൽ വേണം. ഉയിർത്ത ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മിൽ ഉണ്ടാകണം. ഉയിർത്ത ക്രിസ്തുവുമായുള്ള ബന്ധം നമുക്ക് ശക്തമായിട്ടുണ്ടാകണം പ്രിയമുള്ളവരെ. എങ്കിൽ മാത്രം നമ്മുടെ ആത്മാവിന് ഒരു ഉയിർപ്പുണ്ടാകത്തുള്ളൂ. മരിച്ചുപോയ ആത്മാവിനൊരു ഉയിർപ്പ്, മരിച്ചുപോയതിന് ചാവാറായ ശിക്ഷിപ്പുകളെ, ചതഞ്ഞ ഓടെ, പുകയുന്ന തിരിയെ ഒക്കെ അത് നഷ്ടപ്പെടുത്തി കളയാതെ അതിന് ജീവൻ നൽകുവാൻ ദൈവത്തിന് കഴിയും, ക്രിസ്തു യേശുവിന് കഴിയും. പ്രിയമുള്ളവരെ, നാം ദൈവ കുടുംബത്തിലെ അംഗങ്ങളാണ്. എവിടെയാണ് ബന്ധം വിച്ഛേദിക്കപ്പെട്ടതെന്ന് തിരിച്ചറിയുക. ഇന്ന് നമുക്ക് ക്രിസ്തുവുണ്ട് നമ്മെ സഹായിപ്പാൻ. ഒരു ബ്രിഡ്ജായിട്ട്, ഒരു പാലമായിട്ട് ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങളെ കഴുകുന്നുണ്ട്, നമ്മെ ശുദ്ധീകരിക്കുന്നുണ്ട്.
ആ ക്രിസ്തുവിൻ്റെ അനുഭവം, ക്രിസ്തുവായുള്ള ബന്ധത്തിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. അതിനായി നാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ രക്തത്താൽ നാം കഴുകപ്പെടണം. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി മാറണം. ആമേൻ. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി മാറുകയും എല്ലാ ദിവസവും ആ ശരീരമാകുന്ന ആലയത്തിനുള്ളിലെ അൾത്താരയിൽ നിങ്ങൾ യാഗം കഴിക്കുന്നവരുമാണ്. സ്തോത്രമെന്ന യാഗം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വിശുദ്ധി എന്ന യാഗം, വിശ്വാസമെന്ന യാഗം, വിവേകമെന്ന യാഗം, വിനയമെന്ന യാഗം, വിശ്വസ്തത എന്ന യാഗം നിങ്ങളെല്ലായ്പ്പോഴും ദൈവത്തിന് സന്നിധിയിൽ കഴിക്കണം. നിങ്ങളുടെ ശരീരമാകുന്ന മന്ദിരത്തിൽ. പ്രിയമുള്ളവരെ, പിശാചിൻ്റെ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ, ഈ ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നിങ്ങളുടെ ശരീരത്തിനെ, മനസ്സിനെ, ചിന്തകളെ കാണിക്കയായി ദൈവത്തിന് സമർപ്പിക്കുക. പ്രിയമുള്ളവരെ, ഒരേ ഒരു ജീവിതം ദൈവത്തോടൊപ്പം നമുക്ക് ജീവിക്കാം. ദൈവ സാന്നിധ്യത്തോടൊപ്പം നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു, എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു. കർത്താവ് നമ്മെ ഒരു നാളും കൈവിടുന്നില്ല. കർത്താവ് നമ്മെ ഒരു നാളും ഉപേക്ഷിക്കുന്നില്ല. കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെയുണ്ടാകും. പ്രിയമുള്ളവരെ, ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാമോ? കർത്താവിൻ്റെ കൃപ അനുഭവിക്കാമോ? എവിടെയാണോ ബന്ധം വിച്ഛേദിക്കപ്പെട്ടത്, ദൈവവുമായുള്ള ബന്ധത്തിൽ എവിടെയാണോ ദൈവിക പദ്ധതികൾ, എൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ പദ്ധതികൾ ഞാൻ മാറ്റി എഴുതിയത്, പ്രിയമുള്ള അവിടേക്ക് മടങ്ങി വരിക. മടങ്ങി വന്ന് ബന്ധം സ്ഥാപിക്കുവാൻ പറയുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. ഞാനാകുന്നു വഴി, ഞാനാകുന്നു സത്യം, ഞാനാകുന്നു ജീവൻ. ഏത് നിമിഷവും നമ്മുടെ ജീവൻ ഈ ശരീരത്തെ വിട്ട് പോയേക്കാം. പ്രിയമുള്ളവരെ, നാളത്തെ ദിവസം നമുക്ക് ഷുവർട്ടിയില്ല. നാളത്തെ പ്രഭാതത്തിൽ കണ്ണ് തുറക്കുവാൻ കഴിയുമോ എന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെയെങ്കിൽ ആ ഉറപ്പിരിക്കെ എന്തിനു വേണ്ടി ഈ ലോകത്തിൻ്റെ ലൗകിക ചിന്തകളെക്കുറിച്ച് നാം ആകുലപ്പെടണം? പ്രിയമുള്ളവരെ, ലൗകിക ചിന്തകളെക്കുറിച്ച് നാം ആകുലപ്പെടണം. നാളത്തെക്കുറിച്ച് ഒരുപാട് നാം ചിന്തിച്ചു കൂട്ടി എന്തൊക്കെയോ നാം ചെയ്യുന്നില്ലേ? നാളെ പ്രഭാതത്തിൽ കണ്ണ് തുറക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? എൻ്റെ ചോദ്യമാണ്. പ്രിയമുള്ളവരെ, ചിന്തിക്കുക. ഒരേ ഒരു ജീവിതം. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ എന്ത് നഷ്ടപ്പെടുത്തിയാലും ആത്മീക ജീവിതം, ആത്മാവിലുള്ള ജീവിതം നിങ്ങൾ നഷ്ടമാക്കരുത്. നിങ്ങളുടെ ആത്മാവ് മരിക്കുവാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത്. ആത്മാവ് മരിച്ചവരായി ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കരുത്. ആദം 930 വർഷം ജീവിച്ചു. ആത്മാവിൽ മരിച്ചവനായി. പക്ഷേ തലമുറകളായ നമുക്കോ പുതിയ ഉടമ്പടിയിലൂടെ, പുതിയ നിയമത്തിലൂടെ വലിയ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. കർത്താവായ യേശുവിനെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ യേശുവിനെ നമുക്ക് ആവശ്യം. ഒന്ന് പറഞ്ഞ്, ഈ യേശുവിനെ എനിക്ക് വേണം, യേശുവിനെ എനിക്ക് വേണം. പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് എന്നെ വിടുവിക്കുവാൻ, വീണ്ടും ബന്ധം സ്ഥാപിക്കുവാൻ, മരിച്ചുപോയ എൻ്റെ ആത്മാവിന് ജീവൻ നൽകുവാൻ, ഉയിർപ്പ് നൽകുവാൻ ഉയർത്തവനായ ക്രിസ്തുവിനെ എനിക്ക് നൽകി. ഈ ഉയർത്ത ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തോട് ഞാൻ ചേർത്ത് പിടിക്കുന്നു. ആ വചനങ്ങൾ ഞാൻ മുറുകെ പിടിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആ പാത ഞാൻ പിൻഗമിക്കും. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായി മാറും. ക്രിസ്തുവിനെ പിൻപറ്റുന്നവളായി മാറും. വേദപുസ്തകത്തെ അനുസരിക്കുന്ന വ്യക്തിയായി മാറും. ആ അനുഭവത്തിലേക്ക് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: പഴയ നിയമ കാലഘട്ടത്ത് പാപ പരിഹാരത്തിനായി പുരോഹിതന്മാർ ജനത്തെ പ്രേരിപ്പിച്ചത് എന്ത് ചെയ്യുവാനായിട്ട് ആയിരുന്നു? പഴയ നിയമ കാലഘട്ടത്ത് പാപ പരിഹാരത്തിനായിട്ട് പുരോഹിതന്മാർ എന്ത് ചെയ്യണമെന്നാണ് ജനത്തെ പ്രേരിപ്പിച്ച് വന്നത്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമീൻ. കണ്ണുകളടയ്ക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നതനും വല്ലഭനും വാക്കുമാറാത്തവനും നാൾതോറും ഞങ്ങളെ കരം പിടിച്ച് നടത്തുകയും ചെയ്യുന്ന സ്വർഗസ്ഥ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ആശീർവദിക്കപ്പെട്ട മനോഹരമായ ഈ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പ, ഞങ്ങൾക്ക് യേശുവിനെ ആവശ്യമാണോ എന്ന ചോദ്യത്തിന് അതെ, ഞങ്ങൾക്ക് യേശുവിനെ ആവശ്യമാണ്. മരിച്ച ആത്മാവിന് ഉയിർപ്പ് സംഭവിക്കുവാൻ, ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ, ദൈവത്തോടൊപ്പം ദൈവ കുടുംബത്തിലെ അംഗങ്ങളായി തീരുവാൻ, അംഗങ്ങളായി തന്നെ വസിക്കുവാൻ, നിത്യത കരസ്ഥമാക്കുവാൻ കർത്താവെ, ഞങ്ങൾക്ക് അങ്ങേ ആവശ്യം. നാഥ, അവിടെ ഞങ്ങളെ സഹായിക്കണമേ, അവിടെ ഞങ്ങളെ നയിക്കണമേ കർത്താവ്.
കർത്താവെ, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അപ്പ അങ്ങില്ലാത്ത ഒരു ജീവിതം ഞങ്ങൾക്ക് ഉണ്ടാകരുതേ പിതാവേ. അങ്ങയുടെ വചനമല്ലാത്ത ഒന്ന് ഞങ്ങളെ നിയന്ത്രിക്കരുത് കർത്താവെ. ഞങ്ങളെ നിയന്ത്രിക്കുന്നത്, ഞങ്ങളെ നയിക്കുന്നത് അവിടുത്തെ ആത്മാവും അവിടുത്തെ വചനവുമായിരിക്കണം. ഞങ്ങളുടെ നോട്ടം, ഞങ്ങളുടെ ദൃഷ്ടി കർത്താവെ അങ്ങയുടെ മുഖത്തിലേക്ക് ആയിരിക്കട്ടെ. ആ ശോഭയിൽ, ആ പ്രകാശത്തിൽ ദൈവമേ ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം ശ്രവിച്ച എല്ലാ ശ്രോതാക്കളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പിതാവേ അടിയൻ അനുഗ്രഹിച്ച് അവരെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്റെ ദൈവമാകുന്നു. ആമേൻ. ഓരോരുത്തരുടെ ജീവിതത്തിൽ ആവശ്യമായ സ്വർഗീയ അനുഗ്രഹങ്ങളെ, നന്മകളെ അവിടെ നിന്ന് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന വിനയപ്പെടുത്തുന്നു. ദൈവകൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. ദൈവിക ശക്തി കൊണ്ട് നിറയ്ക്കണമേ. കർത്താവിൻ്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. ആത്മാവിൽ നയിക്കപ്പെടുന്നവരായി ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി, സ്നേഹത്തിനായി, വഴി നടത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം ചെയ്യുന്ന പിതാവേ. എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം, എല്ലാ നന്മകൾക്കായി സ്തുതിക്കുന്ന പിതാവേ. അന്ത്യത്തോളം ഞങ്ങളെ വഴി നടത്തി കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി ഞങ്ങളെ തന്നെ നൽകുന്നു കർത്താവ്. ഈ ചാനലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ യുവ സഹോദരങ്ങൾക്കായി സ്തോത്രം. അവരെ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ദൈവകൃപ അവരോട് കൂടിരിക്കട്ടപ്പാ. നിങ്ങളുടെ വിഷമതകൾ, ഭാരങ്ങളെല്ലാം മാറ്റണമേ. ഈ പുതിയ മാസം ദൈവമേ അവിടുന്ന് കൃപയോടെ കരം പിടിച്ച് നടത്തണമേ. എല്ലാ ദോഷങ്ങളും വിടുവിക്കണമേ. വഴിയാത്രകൾ കൂടിരിക്കണമേ. അപ്പ അത്ഭുതങ്ങളെ കാണുമാറാക്കണമേ. അതിശയങ്ങളെ പ്രവർത്തിക്കണമേ. കർത്താവെ, ഞങ്ങളങ്ങ് വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങളങ്ങ് സ്നേഹിക്കുന്നു. കർത്താവെ, അവിടുത്തെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങൾക്ക് മതി. ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ രാജ്യത്തെ, ലോകരാഷ്ട്രങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. വേദനപ്പെടുന്നവർ, യാതനപ്പെടുന്നവർ, ദുരിതം അനുഭവിക്കുന്നവർ, മനസ്സമാധാനമില്ലാതിരിക്കുന്നവർ, മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നവർ, വിവാഹത്തിനായി ഒരുങ്ങുന്നവർ, അപ്പ വ്യത്യസ്തമായ ജീവിതചര്യകളായിരിക്കുന്നവർ, ജോലിക്കായി കാത്തിരിക്കുന്നവർ, ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിന്റെ കരം തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജീവിതങ്ങൾക്കും അർത്ഥമുണ്ടാകട്ടെ. എല്ലാ ആത്മാക്കൾക്കും ജീവിതമുണ്ടാകട്ടെ. ആത്മാവിലുള്ള ജീവിതം അപ്പൻ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി പിതാവേ. ഞങ്ങളെ തന്നെ കാണിക്കയായി തിരുമുൽ സമർപ്പിക്കുന്നു. ബലപ്പെടുത്തി ശക്തീകരിച്ചാട്ട് ഒരേ ഒരു ജീവിതം അങ്ങയുടെ കുടുംബത്തിലെ അംഗങ്ങളാണ് ഞങ്ങൾ. കർത്താവ്, അങ്ങയോടൊപ്പം സഞ്ചരിക്കട്ടെ, അങ്ങയോടൊപ്പം വസിക്കട്ടെ, അങ്ങയോടൊപ്പം കൂട്ടായ്മ ആചരിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളി. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപാനുഗ്രഹം, നന്മ, വാഴ്വ്, സമാധാന, സമൃദ്ധി, സന്തോഷം നിങ്ങളെല്ലാം പേരോടും സർവ്വദാ കൂടിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. പ്രിയരെ, ദൈവവുമായി ബന്ധം സ്ഥാപിക്കുക. ഈ ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും, പിശാചിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുക. നിശ്ചയമായിട്ടും നിത്യത പ്രാപിച്ചെടുക്കുവാനായി സാധിക്കും. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.